അനിൽ അംബാനിക്കെതിരെ ഇഡി അന്വേഷണം നടത്തുന്നു. വായ്പാ തട്ടിപ്പ് കേസിലാണ് അന്വേഷണം നടക്കുന്നത്. ഡൽഹിയിലും മുംബൈയിലും പരിശോധന നടക്കുകയാണ്. 3000 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ള ഇഡിയുടെ കണ്ടെത്തലും മുന്നിലുണ്ട്. തൗഫീഖ്, എവിടെയൊക്കെയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്? എന്താണ് ഇഡിയുടെ കണ്ടെത്തൽ? അതന്നെ 3000 കോടിയുടെ വായ്പാ തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ അനിൽ അംബാനിക്കെതിരെ നടപടിയുമായി ഇഡി രംഗത്തെത്തിയിരിക്കുന്നത്. അനിൽ അംബാനിയെ കേസുമായി ബന്ധപ്പെട്ട് ഇഡി ചോദ്യം ചെയ്തിട്ടില്ല. പകരം രണ്ടിടങ്ങളിൽ ഇപ്പോൾ കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ചില കേസുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ഇഡിക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ ഒരു അന്വേഷണം ഇപ്പോൾ തുടരുന്നത്. ഡൽഹിയിലും അതോടൊപ്പം തന്നെ മുംബൈയിലുമാണ് ഇഡി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ കണ്ടെത്തിയതായിട്ട് നിലവിൽ വിവരമില്ല. ഈ ചില ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയെന്നാണ് ഇഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു പരിശോധന ഇഡിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്താമെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിലും മുംബൈയിലെയും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രാവിലെ മുതലാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിശോധന ആരംഭിച്ചത്. യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു തട്ടിപ്പിന് അനിൽ അംബാനി അല്ലെങ്കിൽ റിലയൻസ് കമ്പനി ശ്രമിച്ചതെന്നാണ് പ്രധാനമായും ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്ന കാര്യം. ശരി തൗഫീഖ്.